ഇന്ന് നമുക്ക് വാഴയിൽ പൊള്ളിച്ച അയില ഉണ്ടാക്കാം. അതിന് 2 അയില എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാനായിട്ടുള്ള കൂട്ടുണ്ടാക്കാം. വരഞ്ഞു വെച്ചിട്ടുണ്ട് നല്ലതായിട്ട്. നമുക്കതിൻ്റെ കൂട്ടുണ്ടാക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 1/2 ടീസ്പൂൺ ഉപ്പ്. നന്നായി കുഴച്ച് നമുക്ക് മീനിൽ പുരട്ടി വയ്ക്കാം. ഒരു 15 മിനിറ്റോളം വയ്ക്കാം. സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വയ്ക്കാം. നന്നായി മീനിൽ നല്ലതായിട്ട് വരഞ്ഞ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ പുരട്ടി വയ്ക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നിന്ന് മെഴുപോലെയാക്കാം. കൂട്ട് ശരിയായി. ഇനി നമുക്ക് മീനിൽ പുരട്ടി വയ്ക്കാം. അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നല്ലപോലെ അരപ്പ് പിടിക്കത്തക്ക രീതിയിൽ നമ്മൾ പുരട്ടി ഒരു 15 മിനിറ്റ് നമുക്ക് വയ്ക്കാം. അത് റെസ്റ്റ് ചെയ്ത് വയ്ക്കാം. അത് നമുക്കൊരു കൂട്ടുണ്ടാക്കാം. നമുക്ക് പുള്ളിക്കാനുള്ളൊരു കൂട്ടുണ്ടാക്കാം. ആ സമയത്ത് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. നമുക്ക് വെളിച്ചെണ്ണയാണേ. എണ്ണ നന്നായി ചൂടായിട്ട് നമുക്ക് ഒരു സവോള എടുത്തിട്ടുള്ളൂ. സവോള ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു സ്പൂണിട്ട് നല്ലപോലെ മൂക്കണം. ഒരു ബ്രൗൺ കളർ. 2 പച്ചമുളക് കീറിയിലിടാം. കുറച്ച് വേപ്പില, സവോള നല്ല ബ്രൗൺ കളറായി. നമുക്കൊരു തക്കാളി, ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞില്ല. അതുകൂടെയൊക്കെ നന്നായി വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കണം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. തക്കാളി ഒന്ന് വരണം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. നമുക്ക് കൂട്ട് റെഡിയായിട്ടുണ്ട്. അത്ര മതി. ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് ഇനി എണ്ണ ഒഴിക്കാം. ഒരു 3-4 സ്പൂൺ എണ്ണ. നിങ്ങൾക്ക് ഏത് എണ്ണയാണോ അത് ഉപയോഗിക്കാം. വെളിച്ചെണ്ണയിൽ വറുക്കണതാണ് ഏറ്റവും കൂടുതൽ സ്വാദ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണയിൽ വറുത്തെടുക്കാം. നമുക്ക് മീനിന് വറുത്തെടുക്കാം. വേപ്പില ഇടുന്നു. പകുതി വറ മതി, മുറിച്ചെടുക്കണ്ട. പകുതി ഇതാകുമ്പോൾ നമുക്കെടുക്കാം. എന്നിട്ട് നമുക്ക് വാഴയിലയിൽ പുരട്ടി ഒന്നും കൂടെ ആവിയേറ്റി ഒഴിച്ചെടുക്കണം. ഇത് തീ സിമ്മിൽ ഇട്ട് വേണം വറുക്കാൻ. തീ ഫുള്ളിലിടരുത്. ഫുള്ളിലിട്ടാൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. കാരണം തീ സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ.
നമുക്ക് മറിച്ചിടാം. നമുക്ക് നിരത്തി വയ്ക്കാം. ഇതിൻ്റെ പുറമെ മീൻ വയ്ക്കാം. ഇതിൻ്റെ തലയൊന്ന് ഒടിച്ച് വയ്ക്കുകയാണെങ്കിൽ വാഴയില കീറിപ്പോയാലും തലയൊന്ന് ഒടിച്ച് വയ്ക്കാം. അല്ലെങ്കിൽ വാഴയില മടക്കുമ്പോഴേ കീറിപ്പോവും, വാഴയില കീറിപ്പോവും. വാലും ഒന്ന് പതിയെ ഒടിച്ച് വയ്ക്കും. അതിൻ്റെ പുറത്തേക്ക് ഗ്രേവി പതിച്ച് ഇത് പിടിക്കത്തക്ക രീതിയിൽ പൊതിഞ്ഞ് കിട്ടാം. രണ്ട് മീൻ നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പൊള്ളിച്ചെടുക്കാം. അതിനൊരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. പിന്നെ സൺഫ്ലവർ ഓയിൽ നമുക്ക് ഉപയോഗിക്കാം. തീ സിമ്മിലിടണേ. ഇത് മൂടി വയ്ക്കാം. ഒരു 3-4 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. എന്നിട്ട് നമുക്ക് മറിച്ചിടാം. അത് കഴിഞ്ഞ് മറിച്ചിട്ട് 4 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് മുറിച്ചെടുക്കാം. ആഹാ, സൂപ്പറായിട്ടുണ്ട്. നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടുത്തോടെ കട്ട് ചെയ്തു. എൻ്റെ തലയും പാലും ഒടിച്ചു വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അത് ഇലക്ക് പോകാതിരിക്കാനാണ് തലയും പാലും ഒടിച്ചു വെച്ചത്. എന്നിട്ട് കീറിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ഇത് നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കണേ.